ഗേജ് മാറ്റം പൂർത്തിയായ പാലക്കാട് പൊള്ളാച്ചി റെയിൽപാതയിലൂടെ ട്രെയിൻ ഓടുന്നത് വൈകും. പാലക്കാട് നഗരത്തിൽ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിന് കൂടുതൽ ഉയരം വേണമെന്ന് റെയിൽവേ സുരക്ഷാ വിഭാഗം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഈ പാതയിലൂടെയുള്ള ട്രെയിൻ സർവീസ് അനിശ്ചിതത്തിലായത്. പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയുള്ള 54 കിലോമീറ്റർ റെയിൽപാതയുടെ ഗേജ് മാറ്റം പൂർത്തിയായി മാസങ്ങളായിട്ടും ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റെയിൽവേ. പാലക്കാട് നഗരത്തിലെ ഇംഗ്ലീഷ് ചർച്ച് റോഡിലുള്ള റെയിൽവേ മേൽപ്പാലത്തിന് ആവശ്യത്തിന് ഉയരമില്ലെന്ന റെയിൽവേ സുരക്ഷാ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് പ്രതിസന്ധിയായത്. നിലവിൽ ട്രെയിൻ ഓടുന്നതിനാവശ്യമായ ഉയരമുണ്ടെങ്കിലും റെയിൽവേ ലൈൻ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിനാവശ്യമായ ഉയരമില്ലെന്നാണ് സുരക്ഷാ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് റെയിൽവേ പാതയുടെ തുടർന്നുള്ള വികസനത്തിന് തടസ്സമാകുമെന്നും സുരക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നു. പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിച്ച ശേഷം സർവീസ് നടത്താൻ അനുമതി നൽകിയാൽ മതിയെന്നാണ് സുരക്ഷാ വിഭാഗം തീരുമാനിക്കുന്നതെങ്കിൽ ഏറെക്കാലമായി കാത്തിരുന്ന പാതയിലൂടെയുള്ള സർവീസ് ഇനിയും നീളും. എന്നാൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതുവരെ ട്രെയിൻ സർവീസ് നടത്താൻ അനുമതി നൽകണമെന്നാണ് റെയിൽവേ അധികൃതരുടെ ആവശ്യം. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വിഭാഗവും റെയിൽവേ അധികൃതരും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. സുരക്ഷാ കമ്മീഷണറുടെ അനുകൂല റിപ്പോർട്ട് ലഭിച്ചാൽ ട്രെയിൻ സർവീസ് ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് റെയിൽവേ. പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെ 8 റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. 7 റെയിൽവേ മേൽപ്പാലങ്ങളും 129 ചെറിയ പാലങ്ങളും 13 സബ്വേകളും 35 ലെവൽ ക്രോസിംഗുകളും ഉണ്ട്. 16 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 2008-ലാണ് ഗേജ് മാറ്റത്തിന്റെ പണികൾ ആരംഭിച്ചത്. റിപ്പോർട്ടർ, പാലക്കാട്.